ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി ശമൂവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം വായിക്കും. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല യഹോവ നോക്കുന്നത്. മനുഷ്യൻ ബാഹ്യമായത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. പ്രിയമുള്ളവരെ, ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഭക്തിയുടെ പരിവേഷമണിഞ്ഞ് മാനുഷിക ദൃഷ്ടിയിൽ ഭക്തന്മാരായി ചമഞ്ഞ് ആത്മീയ രംഗങ്ങളിൽ അധികാരങ്ങളും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും പിടിച്ചെടുക്കുന്ന അനേകരെ ക്രൈസ്തവ സമൂഹത്തിൽ കാണുവാൻ കഴിയും. തന്റെ ജനത്തെ ഭരിക്കുവാൻ ഒരു രാജാവിനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നതിനായി ഇശായിയുടെ ഭവനത്തിലേക്ക് പ്രവാചകനായ ശമൂവേലിനെ യഹോവയാം ദൈവം അയക്കുമ്പോൾ തന്റെ തിരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം ദൈവം അവനെ അറിയിക്കുന്നു. യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചെയ്യുന്ന അത്യുന്നതനായ ദൈവം ബാഹ്യമായ ആരാധനകളെക്കാളും ഭക്തിയുടെ മറ്റ് വേഷവിധാനങ്ങളെക്കാളും ഉപരി താൻ വിലമതിക്കുന്നത് ഹൃദയത്തിന്റെ വിശുദ്ധിയും വിശ്വസ്തതയും വിശ്വാസവുമാണെന്ന് തന്റെ പ്രവാചകന് മനസ്സിലാക്കി കൊടുക്കുന്നു. ശൗലിന്റെ സൈന്യത്തിൽ സ്ഥാനമാനങ്ങളുണ്ടായിരുന്ന ഇശായിയുടെ മൂത്ത പുത്രൻ ഏലിയാബിനെ ഇസ്രായേലിന്റെ 2-ാം രാജാവായി അഭിഷേകം ചെയ്യുവാനൊരുങ്ങുന്ന പ്രവാചകനെ വിലക്കിയ ദൈവം പല പ്രാഗൽഭ്യങ്ങളുമുണ്ടായിരുന്ന ഇശായിയുടെ മറ്റു മക്കൾ ഓരോരുത്തരെയും തിരസ്കരിക്കുന്നു. ലൗകികമായ അവരുടെ യോഗ്യതകളെക്കാൾ താൻ അവരുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നതെന്ന് ശമൂവേലിനോട് ദൈവം വ്യക്തമാക്കി. അവസാനം പ്രവാചകന്റെ നിർദ്ദേശാനുസരണം ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഇശായിയുടെ ഇളയ മകനായ ദാവീദിനെ വിളിച്ചു വരുത്തി. വെറും ഇടയച്ചെറുക്കനായിരുന്ന ദാവീദിന് തന്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മുമ്പിൽ യാതൊരു യോഗ്യതകളും ഇല്ലാതിരുന്നിട്ടും ഹൃദയങ്ങളെയും ഹൃദയേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന സർവശക്തനായ ദൈവം ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി തിരഞ്ഞെടുത്തു. സഹോദര സഹോദരി, ആത്മീയ ശുശ്രൂഷകളിലും ദൈവാലയങ്ങളിലെ ആരാധനകളിലും മുടക്കം കൂടാതെ പങ്കെടുക്കുന്ന നിന്റെ ഹൃദയത്തെ ദൈവം നോക്കുന്നു എന്ന് നീ ഓർമ്മിക്കുമോ? നിന്നിൽ നിഗൂഢമായിരിക്കുന്ന പാപത്തിന്റെ മോഹങ്ങളും പ്രവൃത്തികളും മനുഷ്യന്റെ കൺമുൻപിൽ നിന്ന് കപടഭക്തിയിലൂടെ മറയ്ക്കുവാൻ കഴിയുമെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം നഗ്നവും ഗോചരവുമാണെന്ന് നീ മനസ്സിലാക്കുമോ? ന്യായാധിപന്മാരെ വിധിക്കുന്ന ദൈവം നീതിമാന്മാരിന്നപേക്ഷ തള്ളിക്കളയില്ല. അന്യായത്തിൻ മുഖത്തെ എന്നേക്കും തകർക്കുന്ന ദൈവത്തിന്റെ ജയക്കൊടി ഉയർത്തുന്നു ഞാൻ. അന്യായത്തിൻ മുഖത്തെ